പ്രിയമുള്ളവരെ, വചനജ്വാല 1746 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 12 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 12ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളായി ആഘോഷിക്കുന്ന പൊൻ സുദിനം കൂടെയാണ്. ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 29ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഈജിപ്തിനെതിരെ 10ാം വർഷം 10ാം മാസം 12ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയുടെ നേരെ മുഖം തിരിച്ച് അവനും ഈജിപ്ത് മുഴുവനുമെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോ, നൈൽ എന്റേതാണ്, ഞാനാണ് അത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യേ ശയിക്കുന്ന മഹാസർപ്പമേ, ഞാൻ നിനക്കെതിരാണ്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും, നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ച് പുറത്തിടും. നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. അവിടെ തുറസായ സ്ഥലത്ത് നീ ചെന്ന് വീഴും. ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ മറവ് ചെയ്യുകയോ ചെയ്യുകയില്ല. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും ഞാൻ നിന്നെ ഇരയാക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് നീ ഒരു ഞാങ്ങണ വടിയായിരുന്നു. അവർ അത് പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ തോൾ കീറി. അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ നടുവ് ഇളകിപ്പോയി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ വാൾ അയക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും നിന്നിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും. ഈജിപ്ത് വിജനവും ശൂന്യവുമാകും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. നൈൽ എന്റേതാണ്, ഞാനാണ് അതുണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സെനവ ഗോപുരം വരെ എത്യോപ്യരുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ ശൂന്യവും വിജനവുമാക്കും. മനുഷ്യനോ മൃഗങ്ങളോ അതിലൂടെ സഞ്ചരിക്കുകയില്ല. 40 വർഷത്തേക്ക് അതിൽ ആരും വസിക്കുകയില്ല. നിർജ്ജനദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും. ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളുടെ കൂടെ 40 വർഷത്തേക്ക് അവളുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ചിതറിപ്പാർത്തിരുന്ന ദേശങ്ങളിൽ നിന്ന് 40 വർഷം കഴിയുമ്പോൾ ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചു കൂട്ടും. അവരുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. തങ്ങളുടെ ജന്മദേശമായ പത്രാസിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. അവിടെ അവർ എളിയ ഒരു രാജ്യമാകും. ഇനി ഒരിക്കലും അത് മറ്റു ജനതകളുടെ മേൽ ഉയരുകയില്ല. അവരെ ഭരിക്കാനാവാത്ത വിധം ഞാൻ അതിനെ ചെറുതാക്കും. ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല.
എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെ കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. 27-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ടയറിനെതിരെ തന്റെ സൈന്യത്തെ കൊണ്ട് കഠിനമായി പൊരുതിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ തോളിലെയും തൊലി ഉരിഞ്ഞുപോയി. എന്നിട്ടും അവനോ അവന്റെ സൈന്യത്തിനോ ടയറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് ദേശം ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന് ഞാൻ നൽകും. അവൻ അവിടുത്തെ സമ്പത്തെല്ലാം തട്ടിയെടുക്കും. അവൻ അവിടെ കൊള്ളയടിക്കുകയും കുത്തിക്കവരുകയും ചെയ്യും. ഇതായിരിക്കും അവന്റെ സൈന്യത്തിന്റെ പ്രതിഫലം. അവന്റെ കഠിനാധ്വാനത്തിന് പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ കൊടുത്തിരുന്നു. എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാനൊരു കൊമ്പ് മുളപ്പിക്കും. അവരുടെ മധ്യേ ഞാൻ നിന്റെ വായ് തുറക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഖാഗുണിലെ വിശുദ്ധ ജോണിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. സ്പെയിനിൽ ജനനം, 26-ാം വയസ്സിൽ പൗരോഹിത്യം. ജോൺ പാപം ചെയ്തിട്ടില്ലെങ്കിലും വൈദിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിലും ആശാനിഗ്രഹത്തിലും ജീവിച്ചു. ജ്ഞാനവായനയും പ്രാർത്ഥനയും ധ്യാനവുമായി മുന്നോട്ടു പോയി. വീണ്ടും ദൈവശാസ്ത്രം പഠിക്കുകയും കുറെ കാലം വൈദിക വൃഷ്ടി അനുഷ്ഠിക്കുകയും ചെയ്തു. 44-ാം വയസ്സിൽ അഗസ്തീനിയൽ സഭയിൽ ചേർന്നു. ഒരു സന്യാസിയെ പോലെ പ്രവർത്തിച്ചു. തുടർന്ന് നൊവീഷ്യേറ്റ് ഗുരു, പ്രിയോർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഭൃത്യരെ ദ്രോഹിച്ച പ്രഭുവിനെ ശാസിച്ചപ്പോൾ വധിക്കാൻ ആളയച്ചു. വിശുദ്ധ മുഖം നേരിൽ കണ്ടപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു. മറ്റൊരിക്കൽ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ ഒരു പ്രഭി ജോണിനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ഉണ്ടായത്. പ്രിയരെ, സഹാഗുണിലെ വിശുദ്ധ ജോണിന്റെ മാധ്യസ്ഥം യാചിച്ച് അതോടൊപ്പം ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.